ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ ഒരു റിവ്യൂയിലേക്ക് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് ചോട്ട മുമ്പ് റിലീസ് ചെയ്ത നമുക്ക് എല്ലാവർക്കും അറിയാം 4K ക്വാളിറ്റിയിൽ തന്നെ. അത് തീർച്ചയായും 2007 ചോട്ട മുമ്പ് റിലീസ് ചെയ്ത് എനിക്കന്ന് ഏകദേശം ഒരു 9 വയസ്സ് ഉണ്ടാകുന്നുള്ളൂ. ഒരു പക്ഷേ അന്ന് തിയേറ്റർ എക്സ്പീരിയൻസ് എന്താണെന്ന് മനസ്സിലാക്കത്തൊരു പ്രായം തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ന് 2025 കണ്ടപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു മൂമെൻറ്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. എന്താ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ഒരു സന്തോഷം. കാരണം അത് വേറൊരു എന്താ പറയുക ഒരു എന്തോ നേടിയിട്ടുള്ള ഒരവസ്ഥ തന്നെയായിരുന്നു ചോട്ട മുമ്പ് 4K റിലീസിൽ കണ്ടപ്പോൾ. കാരണം അന്നത്തെ ഒരു ഓളം 2025 കിട്ടി. ഒരു പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിലായി തന്നെ ഒന്ന് പരിചയപ്പെടാം. അൻവർ റഷീദായിരുന്നു അന്ന് ഡയറക്ഷൻ ചെയ്ത്. മോഹൻലാലും അൻവർ റഷീദും ആദ്യമായി ഒന്നിക്കുന്ന പ്രത്യേകത അന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല മണിയമ്പിള്ള രാജു ആണ് പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വാണിജ്യ വിജയം നേരിട്ടുള്ള ചിത്രം അതായിരിക്കാം ചോട്ട മുംബൈ എന്ന് പറയുന്ന ചിത്രം. 2007 ശരി 2025 ശരി ആ നിലയ്ക്കാണ് അതിൻ്റെ മുന്നോട്ടുള്ള ഒരു പോക്കാണ്. ബുക്കിംഗ് ആണെങ്കിലും ഏകദേശം എറണാകുളം കവിത എന്ന് പോലുള്ള ഒരു തിയേറ്ററിലൊക്കെ അപ്സര കോഴിക്കോടൊക്കെ 1000-2000 സീറ്റുള്ള തിയേറ്ററിലൊക്കെ ഹൗസ്ഫുൾ ഷോകൾ ഓടിക്കുന്നു, സ്പെഷ്യൽ ഷോ കളിക്കുന്നു, പോലീസിനെ നിയന്ത്രിക്കാൻ ഏൽപ്പിക്കുന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും തലയും പിള്ളേരും തമ്മിലുള്ള അല്ലെങ്കിൽ പ്രേക്ഷകർക്കിടയിലുള്ള ആ പടത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എന്താണ് എനിക്കൊന്നും മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഹലോ ചോട്ട മുംബൈ പോലത്തെ കോമഡി റോൾ ചെയ്തപ്പോൾ പ്രേക്ഷകർ ഇരിക്കുകയും നീട്ടി സ്വീകരിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. 2007 എന്ന് പറയുമ്പോൾ ഒരു ക്ലാഷ് റിലീസ് തന്നെയായിരുന്നു ബിഗ് പി വിനോദയാത്ര ചോട്ട മുംബൈ. ഒരുപക്ഷെ അന്ന് വിൻ ചെയ്ത് ചോട്ട മുംബൈ എന്ന് പറഞ്ഞ് തന്നെയായിരിക്കും സകല കളക്ഷൻ റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ട് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ ഗംഭീരമായിട്ടുള്ള ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് കാണാൻ സാധിച്ചത്. ബെന്നി പി നായരമ്പലായിരുന്നു തിരക്കഥകൃത്ത്, മ്യൂസിക് രാഹുൽ രാജായിരുന്നു. പക്ഷെ അന്നത്തെ ആ സാധനമൊക്കെ ഒരു ഓളം തന്നെയായിരുന്നു. കാരണം ഇപ്പോൾ തന്നെ ചെട്ടിക്കുളങ്ങര നമ്മുടെ ലാലൻ്റെ ഇൻട്രോ പോലും ആ പാട്ടയിൽ ഏഡ് ചെയ്തപ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് സൃഷ്ടിച്ചത്. കാരണം ഒരു വൈബ് തന്നെയാണ്. എസ്പെഷ്യലി വളരെ സങ്കടകരമായി തോന്നുന്നു നമ്മുടെ മണിച്ചേട്ടനെ കാണിച്ചപ്പോഴാണ്. കാരണം അദ്ദേഹം ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് കിട്ടാത്ത ഒരു കയ്യടികൾ ഇൻട്രോ സീന് പക്ഷെ ഇന്ന് കിട്ടിയപ്പോൾ വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം നടേശൻ എന്ന് പറയുന്ന ഒരു വില്ലൻ, കൊടൂര വില്ലൻ തന്നെ കാണിച്ചപ്പോൾ തിയേറ്റർ പൂരപ്പുറമ്പാക്കിയ ഒരു അവസ്ഥ തന്നെയായിരുന്നു. കാരണം അത് നല്ലൊരു റെസ്പോൺസ് തന്നെയായിരുന്നു ആ ഭാഗത്തൊക്കെ കാണിച്ചത്. അതുമാത്രമല്ല ഈ സായികുമാറിൻ്റെ വീട്ടിൽ പോയിട്ട് നമ്മുടെ മണിച്ചേട്ടൻ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അതായത് കൊച്ചിയിലെ കള്ളും കുടിച്ച് പിള്ളേർ പറയുന്ന ഡയലോഗ് അല്ല, നടേശൻ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കുന്നു പറഞ്ഞിട്ടുള്ള ഡയലോഗും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ടുള്ള ഒരു റെസ്പോൺസ് തന്നെയായിരുന്നു. കാരണം തീർച്ചയായിട്ടും ഒരു എന്താ പറയുക ഒരു മെച്യൂരിറ്റി തോന്നുന്നു, അല്ലെങ്കിൽ അത് ഗംഭീരമായിട്ടുള്ള ഒരു വില്ലൻ തന്നെയാണ്. കാരണം കലാമണി എന്ന് പറയുന്ന വ്യക്തി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അൻവർ റഷീദ് എന്ന് പറയുന്ന ആ ഡയറക്ടർ കഴിവ് തന്നെയാണ്. കാരണം അദ്ദേഹം വേറൊന്നും പറഞ്ഞിരുന്നില്ല. കാരണം അദ്ദേഹം പറയുന്ന പോലെ ഞാൻ ഉപയോഗിച്ചുള്ളൂ. ആ വ്യക്തി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടാ ഞാൻ പറയുന്ന പോലെ അഭിനയിച്ചാൽ മതി, ചേട്ടൻ്റെ മുഖത്തുള്ള ഭാവം മാത്രം കിട്ടിയാൽ മതിയെന്ന്. കാരണം ഗൗരവം. കാരണം ആ സംഭവം ക്ലിക്ക് കിട്ടി. ആ ക്ലിക്ക് കിട്ടിയത് കൊണ്ട് തന്നെ നടേശൻ എന്ന് പറയുന്ന ആ പവർഫുള്ളായിട്ടുള്ള ഒരു ക്യാരക്ടർ നമുക്ക് നമ്മളിലേക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ചെയ്യാനും സാധിച്ചെന്ന് പറയാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ തന്നെ ജയതി ശ്രീകുമാർ, അതുപോലെ തന്നെ സൈനും, അതുപോലെ തന്നെ എന്താ പറയുക മുള്ളൻ ചിന്തരപ്പൻ, അതുപോലെ ഒരു സുശീലൻ തുടങ്ങിയ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. എനിക്കൊന്നും ആട് പറയുന്ന പോലെ തന്നെ ഒരു യൂണിവേഴ്സിൽ പെടുത്താൻ പോകുന്ന അത്രയേറെ ഫാൻ ബേസും ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൊടുക്കുന്ന ഒരു പടം തന്നെയായിരുന്നു പക്ഷേ ചോട്ട മുംബൈ എന്ന് പറയുന്ന ഒരു ചിത്രം. കാരണം ആ റെസ്പോൺസിബിലിറ്റിയിൽ നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഈ പടത്തിലെ ഒരു സീനിൽ ഇവിടെ മണിക്കൂട്ടനും അതുപോലെ തന്നെ സിദ്ദിഖും കൂടി ഓടുന്നൊരു സീനുണ്ട്. നമുക്ക് തോന്നുന്ന ഒരു എന്താ പറയുക റണ്ണിങ്ങിനായിട്ടുള്ള ഒരു ഓട്ട മത്സരത്തിൻ്റെ സ്പോർട്സൊക്കെയാണെന്ന് തോന്നും. പക്ഷേ അതെല്ലാം പോലീസ് ഓടിക്കുന്നു പറയുമ്പോൾ ആ ഡയലോഗാണെങ്കിലും നമ്മുടെ ലാലൻ്റെ ഇൻട്രോ സീൻസും ഫൈറ്റ് സീൻസൊക്കെ ഓരോരോ രോമൻ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൽ എന്താ പറയുക ഒരു ടൗണിൽ വെച്ച് നടക്കുന്ന ഒരു ഇടിയുണ്ട് വിനായകനും മോഹൻലാൽ ടീമൊക്കെ കൂടിയിട്ട്. അപ്പോൾ തീർച്ചയായും എനിക്ക് തോന്നുന്നു അതിൽ തന്നെ അത്യാവശ്യം ആൾക്കാർ നോക്കി നിൽക്കുന്നത്. അപ്പോൾ അന്ന് എങ്ങനെയായിരിക്കും മോഹൻലാൽ പോലുള്ള ഒരു നടൻ ഇത്രയേറെ ജനക്കൂട്ടത്തിനിടയിലേക്ക് ഫൈറ്റ് ചെയ്യുന്നൊക്കെ ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചിന്തിച്ചു പോകുന്നു അപ്പോൾ എന്തുമാത്രം തിരക്കുണ്ടാവുന്നൊക്കെ. കാരണം നമ്മൾ പലതും എന്താ പറയുക ടി വിയിൽ കണ്ടിട്ടുള്ള അത്രയും സിമ്പിളായി തോന്നുന്നു പല കാര്യങ്ങളും തിയേറ്ററിൽ കണ്ടപ്പോൾ കുറച്ചും കൂടി സന്തോഷകരമായി തോന്നുന്ന കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നു. കാരണം ഇതിൽ സ്റ്റാർട്ടിങ് തന്നെ നോക്കിയാൽ മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ടൈറ്റിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ ഓരോരോ പോസ്റ്റേഴ്സും വെച്ച് കാണിച്ചത്. പക്ഷേ ആ സംഭവം നമ്മൾ ടി വിയിൽ കാണുമ്പോൾ ഇത് 4K ആഡ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ കുറച്ച് ബാനർ കുറച്ച് സൗണ്ട് ക്വാളിറ്റി ഒക്കെ മാറ്റം വരുത്തിയിട്ട് കുറച്ച് കളർ ഗ്രേഡിംഗ് ഒക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. എല്ലാം ക്വാളിറ്റി വൈസ് അതിൽ കീറി മുറിക്കാനോ ഒന്നുമില്ല. കാരണം 2007 ഇറങ്ങിയ പടം വലിയ വിജയിച്ച ഒരു പടം തന്നെയാണ്. 4K റിലീസ് ചെയ്തും അപ്പോഴും സ്പെഷ്യൽ ഷോ ഇപ്പോഴും വിജയിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഒരു നെഗറ്റീവ് പറയുന്നത് എന്താണ് നെഗറ്റീവ് പറയാനുള്ളത്? കാരണം മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ തന്നെ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രേക്ഷകർ കിട്ടുന്ന ഒരു ഓളം തന്നെയുണ്ട്.
എനിക്കൊന്നും ലാലേട്ടൻ്റെ ദേവദൂതൻ അതുപോലെ തന്നെ മണിച്ചിത്രത്താഴ് സ്ഫടികം അതിനുശേഷം വന്ന ചിത്രമാണ് നമ്മുടെ ചോട്ട മുംബൈ. അപ്പോൾ തീർച്ചയായിട്ടും നല്ല റെസ്പോൺസ് തന്നെയാണ് തിയേറ്ററിൽ നിന്നാണെങ്കിലും എല്ലായിടത്തും കിട്ടുന്നത്. ഏകദേശം എന്തായാലും അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ വീണ്ടും കിട്ടാൻ വേണ്ടി പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 4Kക്ക് വേണ്ടി മുടക്കുന്നതിൽ എന്തായാലും തിരിച്ച് കിട്ടും. അതുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബുക്ക് മൈ ഷോയിലാണെങ്കിലും അത്യാവശ്യം നല്ല ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ 2007 റിലീസ് ചെയ്തപ്പോൾ വളരെ അറിയില്ല ഒരു ചോട്ട മുംബൈ എന്ന് പറഞ്ഞ സംഭവം. അന്നത്തെ പ്രായം അങ്ങനെ ആയിരിക്കാം. അപ്പോൾ 2025 തീർച്ചയായിട്ടും അത് കണ്ടപ്പോഴുള്ള ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഒരു ഭാഗ്യം തന്നെയാണ് പറയാൻ സാധിക്കുള്ളൂ. അത് തീർച്ചയായിട്ടും ചോട്ട മുംബൈ എന്തായാലും അന്നത്തെ തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും 2025 പോയി കാണാവുന്നതാണ്. ടി വിയിൽ കാണുന്നതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള ഓരോളം തന്നെ. കാരണം ഇതിൽ അഡീഷണൽ ആയിട്ടുള്ള സീൻസോ ഒന്നും ഏഡ് ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞത്. കാരണം ആ ഒരു വൈബ് ഉണ്ട്. തലയും പിള്ളേരും ആ കോമഡി ആണെങ്കിലും നമ്മുടെ ലാലേട്ടൻ്റെ പല പല എക്സ്പ്രഷനൊക്കെ ആണെങ്കിലും പാട്ടുകളും അതുപോലെ തന്നെ ബാൻഡ് സ്കോറും ആക്ഷൻസും എല്ലാം കൊണ്ട് സമ്പന്നം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും 2007 ചോട്ട മുംബൈ തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്തവർക്ക് 2025 കാണാനുള്ള അവസരം തന്നെയാണ് ഓരോ സിനിമ പ്രേമികൾ അല്ലെങ്കിൽ അതിനെ അണിയറപ്പുറത്ത് നമുക്ക് മുമ്പിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ചോട്ട മുംബൈ കണ്ടു നോക്കുക. തലയും പിള്ളേർക്ക് അടുത്ത ആരാധൻ എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും കണ്ടു നോക്കി. വളരെ സന്തോഷകരമായ കാര്യം തന്നെ. പിന്നെയും റിപ്പീറ്റ് അടിച്ച് പറയുന്ന ആ ഒരു അനുഭവം പറഞ്ഞിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചോട്ടമ്പയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കണ്ടു നോക്കുക. ഈ 4K കണ്ടുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് എന്തായിരുന്നുവെന്നും നിങ്ങളവിടെ ഈ തിയേറ്ററിലാണ് കളിക്കുന്നതെന്നും എന്താണ് അവിടുത്തെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്നിട്ടിപ്പോൾ അതിന് വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുള്ളൂ. പല പല പോർഷൻസ് നമ്മുടെ ഭാഗത്തും കുറേ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതും മാറ്റുന്നതായിരിക്കും. അതിനാണ് നിങ്ങളുടെ കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ തന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ചോട്ട മുംബൈ 4K ക്വാളിറ്റി നിങ്ങൾ കാണാൻ വേണ്ടി തയ്യാറാണോ എന്നാണ് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തേണ്ടത്. കാരണം തിയേറ്ററിൽ എക്സ്പീരിയൻസ് എന്തായാലും വീണ്ടും ഞാൻ പറയുന്നു അതൊരു ഗംഭീര അനുഭവം തന്നെയാണ്. ആ ഒരു ഓളം കഴിഞ്ഞ നിറഞ്ഞ ക്രൗഡോട് കൂടി ഇരുന്ന് കാണണം. അല്ലാണ്ട് ആൾ കഴിഞ്ഞ തിയേറ്ററിലൊന്നും പോയിരുന്ന് കണ്ടിട്ട് യാതൊരു ഗുണവുമില്ല. അതുപോലെ തന്നെ അത്യാവശ്യം ആൾക്കാരും വേണം, നല്ല സൗണ്ട് ക്വാളിറ്റിയും വേണം, നല്ലൊരു സ്ക്രീനും ഉണ്ടെങ്കിൽ ഗംഭീരമല്ല പെട പടം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും തല നമ്മുടെ ലാലേട്ടൻ്റെ തല ചോട്ട മുംബൈ വാസ്കോ ഡ ഗാമ വീണ്ടും പോയി കാണുക. അതായിരിക്കും ബൈ.